ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നത്തെ ഷോർട്ട് വീഡിയോ കണ്ടു കാണും. മിക്കവാറും ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ ഇടുക. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോട്ടയത്തെ ലുലു മാളിൽ ഞാൻ കുറച്ച് ഭീകരമായ ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തി. അപ്പം അത് എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാനൊരു വീഡിയോ ഇടാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗൈസ്, ആ വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ. അപ്പം ഇത് സമയം രാത്രി 12 മണിയാണ് ഗൈസ്. എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഉറങ്ങി. എൻ്റെ വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഉറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അതോടെ ഞാൻ ഒത്തിരി ഒച്ച എടുക്കത്തില്ലായിരിക്കും. അപ്പം ക്ഷമിക്കുക. പിന്നെ പട്ടി കുരയ്ക്കുന്നുണ്ടാവും, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, വിട്ടേക്ക്. അപ്പം ഞാൻ അതിൻ്റെ മാക്സിമം സൗണ്ട് എടുത്ത് ഞാൻ പറയാം, പക്ഷേ ഞാൻ ഒത്തിരി സൗണ്ട് എടുക്കത്തുമില്ല. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം വലിയ വേറെ ശബ്ദമൊന്നും ഇല്ലായിരിക്കാം. അപ്പം അതാ ഈ പുറകെ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പം എല്ലാമൊന്നും ഞാൻ കാണിക്കില്ലായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മൂഡ് പോലെ അനുസരിച്ചിരിക്കും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ രാവിലെ പോയതാണ്. ഞാൻ 12:25 ഞാൻ ലുലു അകത്ത് കയറി. ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം 8:30 മണിയായി. അല്ല, 8 മണിയായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ 9 മണി 9:30 ആയി ഗൈസ്. അപ്പം അത്രയും മണിക്കൂർ, ഒരു 7-8 മണിക്കൂർ ഞങ്ങൾ ലുലുവിൻ്റെ അകത്ത് എന്ത് ചെയ്യുവാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങൾ അമ്മാതിരി കുറേ നടന്നപ്പോൾ എനിക്ക് നല്ല കാലിന് വേദനയുണ്ട്. അപ്പം എനിക്ക് മൊത്തവും ഞാൻ എടുക്കുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. കാണിക്കാം. അപ്പം നേരെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിങ് എന്താ ഇതിന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നേരെ നമുക്ക് ഓരോന്നെടുത്തെങ്കിൽ കാണിക്കാം എന്താണെന്നൊക്കെ. പിന്നെ കുറച്ച് ചില ഐറ്റംസ് ഉണ്ട്, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഷോർട്ടായിട്ട് ഞാൻ ഇടാം. അപ്പം ഓക്കെ ബൈസ്, നമുക്ക് വരാം. ഇനി ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ലെന്ത് കൂടിപ്പോകും. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു സെല്ലോട്, നമ്മുടെ അടുക്കള സാധനങ്ങളായിരിക്കും നമ്മൾ ആദ്യമേ കാണിക്കുന്നത്. ഈ ഒരു പ്ലേറ്റ് ആണ്, ഒരു 6 സെറ്റ് വരുന്ന ഒരു പ്ലേറ്റ്. പട്ടി കുറയ്ക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് ആക്കണ്ട, നിങ്ങൾ വിട്ടേക്ക്. അപ്പോൾ ഈ ഒരു പ്ലേറ്റാണ്. ഈ സെയിം ഡിസൈൻ അല്ല, വേറെ ഡിസൈനാണ്. ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ജസ്റ്റ് പറ്റി ഞാൻ കാണിച്ചു തരാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. എനിക്കതിൻ്റെ വെപ്രകളാണ്. ഈ ഒരു പ്ലേറ്റാണ് ഇങ്ങനെ പൂക്കളൊക്കെ വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു 6 സെറ്റ് പ്ലേറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധനം കൊണ്ട് വെച്ചപ്പോഴേ എല്ലാം കൂടി ഇവിടെയാണ് കൊണ്ടുവച്ചത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് മാറ്റിയേക്കില്ല, എനിക്ക് വയ്യായിരുന്നു. സോ അതുകൊണ്ട് ഇവിടെ ഇന്ന് തന്നെ ഞാനങ്ങ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് പ്രിങ്കിൾസ്, ഇവിടുത്തെ മോസ്റ്റ് ഫേവറേറ്റ് സാധനമാണ് പ്രിങ്കിൾസ്. പിന്നെ അച്ചപ്പം വാങ്ങി. പിന്നെ ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്ലേവറായിട്ടുള്ള യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ഛൻ കഴിക്കും കുറച്ച്, അമ്മയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അങ്ങനെ ഇതിൻ്റെ ഒരു 3-4 ഉണ്ട് കേട്ടോ. ആ 4 കുറേ ഇങ്ങനെ വാങ്ങി. പിന്നെ ഈ ഒരു ചെറി, ഞാൻ ഖത്തറിൽ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്ന ഏത് സാധനമാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചെറിയാണ്. പക്ഷെ അവിടുത്തെ അത്രയും ഒരു ക്വാളിറ്റി സാധനം ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഒരു പാക്കറ്റ് കൂടെ ഉണ്ട്, അത് ഞാൻ തിന്ന് തീർത്ത് ഗൈസ്. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ, ചെറി. പിന്നെ കുറേ സോപ്പ്. പിന്നെ ഗൈസ് സ്ട്രോബെറി വാങ്ങി, നല്ല മുഴുത്ത സ്ട്രോബെറി ഗൈസ്, നോക്ക് ഗൈസ്. സ്ട്രോബെറി വാങ്ങി. പിന്നെ കുറേ സോപ്പ് സാധനങ്ങൾ. പിന്നെ എൻ്റെ ഇഷ്ടമാണ് സ്വീറ്റ് കോണാണ് കേട്ടോ, സ്വീറ്റ് കോണാണ്. ഇത് ഞാനിങ്ങനെ പുഴുങ്ങിയിട്ട് നല്ല സോസും കുരുമുളകും ഇച്ചിരി മുളക് പൊടിയും ഉപ്പും നാരങ്ങാനീരും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ സൂപ്പറാണ് കേസ്. അതിനുവേണ്ടി ഇത് വാങ്ങിയതാണ്. പിന്നെ പുട്ടുപൊടി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പേസ്റ്റ്, മസാല, അതൊക്കെയാണ് നമ്മുടെ സ്വാഭാവിക സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ ഏതൊരു ബ്രഷ് വാങ്ങി ഗൈസ്. അടുത്തത് ഇത് ഒരു ന്യൂട്രല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൂത്തുവാരി വാങ്ങി. പിന്നെ ഒരു പിയേഴ്സ്, ഇവിടെ പിയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിയേഴ്സും പിന്നെ യാർഡിയുടെ സോപ്പ്. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, വീണ്ടും മാഗി. പിന്നെ ഈ സാധനം ഇത് കിടിലമാണ് കേട്ടോ. ഇത് നമ്മുടെ മാംഗോ ഡ്രൈ ആക്കിയ സാധനമാണ് ഗൈസ്. അടിപൊളി ഡ്രൈഡ് മാംഗോ ആണ്, ഡ്രൈഡ് സ്വീറ്റ് മാംഗോ.
ഇത് കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഇച്ചിരി വിലയാണ് എങ്കിലും നല്ല സൂപ്പർ സാധനമാണ്. ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഖത്തറിൽ വെച്ചായിരുന്നു, സൂക്കിൽ വെച്ചിട്ട് അവിടെ ഒരു മാർക്കറ്റിൽ അടിപൊളി സാധനം ഇരിപ്പുണ്ടായത്. അങ്ങനെ ഫസ്റ്റ് ട്രൈ ചെയ്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ ഇതെവിടെ കണ്ടാലും വാങ്ങുമായിരുന്നു. പിന്നെ ഇതാ പുഡിങ്. ഞാൻ എപ്പോൾ ഡെല്ലുവിൽ പോയി കഴിഞ്ഞ് മസ്റ്റായിട്ട് ഞാൻ വാങ്ങുന്ന സാധനമാണ്. ഞാൻ ഉദ്ദേശിച്ച പുഡിങ് വേറെയാണ്, നമ്മുടെ സാധാ ജെല്ലി പോലത്തെ, നമ്മുടെ നോർമൽ കടയിൽ കിട്ടുന്ന ജെല്ലിയില്ലേ അതിൻ്റെ ഇച്ചിരി ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വലുത് വാങ്ങി. ഇതിൽ ലിച്ചി ഉണ്ട്, മാംഗോ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, എല്ലാ ഫ്ലേവറുള്ള പുഡിങ്. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സ്ക്വയർ ഷേപ്പില്ലേ ആ സാധനം തിന്നാനാണ് ഗൈസ് പുഡിങ് വാങ്ങുന്നത്, വേറെ ഒന്നും വേണ്ടിയല്ല. പിന്നെ ക്യാഷു വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം നമ്മുടെ ബാഗ് ക്ലിപ്പില്ലേ, നമ്മുടെ ഏതെങ്കിലും പാക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എയർ കയറാതിരിക്കാനുള്ള സാധനം, ആ ഒരു സാധനം ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റാണ് ബൗണ്ടി. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും മിഠായി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബൗണ്ടി വാങ്ങി തരുക ഗൈസ്, ഞാൻ സന്തുഷ്ടരാകും. പിന്നെ ഇത് അനിയത്തിക്ക് എന്തോ ഒരു കളർ സെറ്റാണ് കളർ സെറ്റ് ഗൈസ്. ദാ ഈ ഒരു കാഴ്ചയിൽ പിന്നെ ലൂസായിട്ട് കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേസ്റ്റ്, സോപ്പ്, പഞ്ചസാര, ഉള്ളി, ഇതൊക്കെ തന്നെ നോർമൽ. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ഓരോ സാധനം കാണിക്കുമ്പം ഒരു കവർ തരുമ്പം ഞാൻ ആ കവറിലെ സാധനങ്ങളെല്ലാം കൊണ്ട് പെറുക്കി അടുക്കി വെച്ചിട്ട് അടുത്ത സെക്ഷന് വന്നിരുന്നിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ അത് കുത്താൻ പോകുന്നത് നിങ്ങൾ കാണുന്നത്. മിക്കവാറും കാണുമായിരിക്കും. അടുത്ത കവറിൽ എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മുടെ ടോയ്ലറ്റ് ബ്രഷ്, പിന്നെ അതിൻ്റെ ഒരു സ്ലൈസിൻ്റെ മാംഗോ ജ്യൂസ്, പിന്നെ ലോട്ടസിൻ്റെ ചീസ് കേക്ക് ഇല്ലേ അതുണ്ട്. പിന്നെ കിൻഡർ ഇത് പൊട്ടിച്ചേട്ടോ 2-3 കഴിച്ച്. പിന്നെ ഐസ്ക്രീം ഓഫേഴ്സ് ഉണ്ടായിരുന്നു. മാംഗോ ഫ്ലേവറും വാങ്ങി. ഇത് ഫ്രൂട്ട്സ് ജെല്ലി മാംഗോ, ഇതിനകത്ത് ആ ജെല്ലി മാംഗോയുടെ ജെല്ലി പോലത്തെ അതുണ്ടാവും. പിന്നെ വാനില, ഇത് കോംബോ ഓഫറാണ് കേട്ടോ. പിന്നെ ഇത് അമ്മയുടെ ഐറ്റംസാണ് കൂടുതലും ഇതൊക്കെ. പിന്നെ നമ്മുടെ ക്രിപ്സ് ആൻഡ് ഷൈൻ, ഉജാലയുടെ ക്രിപ്സ് ആൻഡ് ഷൈൻ്റെ, പിന്നെ പുട്ടുപൊടി, ഇത് കംഫോർട്ട്. പിന്നെ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് ക്രഷ് എന്നും പറഞ്ഞിട്ടൊരു സംഭവമാണ് ഗൈസ്. ഞാനിതിൻ്റെ ഷോർട്സ് ഞാൻ വേറെ പിന്നെ ഇടാം. ഓക്കെ. പിന്നെ ഒരു ഹാൻഡ് വാഷ് വാങ്ങി ഗൈസ്. എല്ലാം ഞാൻ പെട്ടെന്ന് കാണിക്കാം, ഡീറ്റെയിലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, പെട്ടെന്ന് കാണിക്കാം. ഇത് ക്രിയേഷൻ ലാമിസ് എന്ന് പറഞ്ഞ ഒരു സ്പ്രേ ആണ് ഗൈസ്. ഇത് നമ്മൾ നേരത്തെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ അത്രയും നിന്ന് കണ്ട് വന്നപ്പോൾ ഇത് വാങ്ങിയാണ്. അപ്പോൾ ഇത് അവിടെ ഇരുന്നപ്പോൾ വാങ്ങിയതാണ്. ഇത് 50% ഡുവൽ ഓഫർ ഉണ്ടായിരുന്നു, അതിന് വാങ്ങിയതാണിത്. ഇത് അടിപൊളി സാധനം, പ്യൂർ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മണം. ഇത് മെൻസിനാണെങ്കിലും ഞാൻ ഉപയോഗിക്കും ഗൈസ് ഇത്. പിന്നെ ഏരിയലിൻ്റെ ഇത്രയും വലിയൊരു സാധനം സോപ്പ് പൊടി. ലൂയിസ് ഫിലിപ്പിൽ നിന്ന് അച്ഛനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷെയ്ഡായിരുന്നു. ഇതാണ് ഷർട്ട് വന്നിട്ട് ഒരു ലൈറ്റ് പിസ്ത കളർ, ആ ഒരു ഷെയ്ഡായിരുന്നു. ഇത് അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഷർട്ടോ കണ്ട് വാങ്ങുമ്പോൾ 1-2 അങ്ങനെ എന്തോ ഒരു ഫ്രീയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഓഫർ കോംബോ എന്തോ ഉണ്ട്. അപ്പം ബാക്കി 2-3 ഓൾട്രേഷൻ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ലൂയിസ് ഫിലിപ്പിൻ്റെ അതേ ഇതിൽ തന്നെ അവർ ഓൾട്രേഷൻ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, പിൻകോഡൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അവർക്ക് അയച്ചു തരും. നമുക്ക് നേരിട്ട് പോയി വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത ലൂയിസ് ഫിലിപ്പിൻ്റെ എന്തെങ്കിലും ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങേണ്ട കാര്യവും ഇല്ല. അവർ നമ്മുടെ വീട്ടിൽ അയച്ചു തരും സാധനം. ഒരു 2 ഡേയ്സിനുള്ളിൽ അവർ നമുക്കത് സംഭവം ഓൾട്രേഷനൊക്കെ ചെയ്ത് സെറ്റാക്കി തരും. നല്ല രസമുണ്ട്. ഞാൻ ഇതിൻ്റെ അച്ഛനിട്ട് ട്രയൽ നോക്കിയ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഗൈസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒന്നേ നമുക്ക് കിട്ടിയുള്ളൂ, അത് ബാക്കിയെല്ലാം ഓൾട്രേഷൻ ഉള്ളതുകൊണ്ട് അവിടെ കൊടുത്തേക്ക് വേണം. പിന്നെ ഗൈസ് ഇത് ഞാൻ എൻ്റെ സ്റ്റുഡിയോ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഗൈസ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ സ്റ്റുഡിയോയുടെ ഇതിനകത്ത് ഇടുന്നില്ല, ഇത് ലുലുവിൻ്റെ ഏരിയ. പിന്നെ വീണ്ടും ഏരിയലിൻ്റെ ഒരു ലിക്വിഡ് വാങ്ങി. മറ്റേത് പൗഡർ ആയിരുന്നല്ലോ, ഇത് ലിക്വിഡ്. പിന്നെ ഗൈസ് ഡാർക്ക് ഫാൻറ്റസി
ഇത് അന്നും ഇന്നും ഒരു വികാരമാണ്. സോ അത് വാങ്ങി. ഇതിൽ എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോഴാണ് ഇതിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടത് ഗൈസ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്. ഇതെനിക്ക് ഭയങ്കര ആവശ്യമാണ്. കട്ടിംഗ് ബോർഡ് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക് ആണ്, അതെല്ലാം പോയി. അപ്പം ഒരു വുഡിൻ്റെ വാങ്ങാമെന്ന് വെച്ചു. ഇതൊരു ബാംബു ബോർഡാണ് കേട്ടോ. പിന്നെ ഗൈസ് നമ്മൾ ഈന്തപ്പഴം വാങ്ങി ഗൈസ്. കുറച്ചധികം ഈന്തപ്പഴം വാങ്ങി. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് വിയറ്റ്നാമിൽ നിന്ന് വന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് ഗൈസ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്, അതിലെഴുതിയിരിക്കുന്നത്. സോ അതാണ് നമ്മൾ അത് വാങ്ങി. പിന്നെ ഗൈസ് ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹിറ്റ് പാറ്റ അടിക്കാൻ. പിന്നെ ഗൈസ് ആശീർവാദിൻ്റെ ആട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഓർഡിനറിൻ്റെ ഒരു നമ്മുടെ റിഫ്രഷ്മെൻ്റ് സാധനമില്ലേ, ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിനീഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാർപ്പിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒരു എണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ എണ്ണ എന്തിനാണ് വാങ്ങിയെന്നറിയോ? നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ. സംഭവം നമ്മുടെ ഇവിടെ എഴുന്നള്ളത്ത് വരുന്നുണ്ട്, ഊരുവെല്ലത്തെന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് ഗൈസ്. അപ്പം അതിന് നമ്മളിവിടെ മതിലേലും വീടിന് ചുറ്റിലും ഇങ്ങനെ ദീപം കത്തിക്കുന്നുണ്ട് ചട്ടി. അപ്പം അതിനഴിക്കാനാണ് ഗൈസ് ഈ എണ്ണകൾ രണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ സാധനം ഉണ്ടായിരുന്നു ഗൈസ്, അതാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് ഏത് കവറിനകത്താണ്? മേ ബി ഈ കവറിനകത്തായിരിക്കും. ഈ കവറാണ് ലാസ്റ്റ് സാധനമാണ് കേട്ടോ. ഇത് പാൻറ്റിൻ്റെ ഒരു ഷാമ്പു വാങ്ങി. പിന്നെ ഗൈസ് ഇത് കൊഞ്ചാക്ക് ജെല്ലി, ഇതൊരു കൊറിയൻ സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങി ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇച്ചിരി പരിചയം ഉണ്ടായിരിക്കും. നമ്മുടെ ജാസ്മിൻ ഷാഫ് ചേച്ചിയുടെ അക്കൗണ്ടിൽ, യൂട്യൂബിൽ ജബറി ചേട്ടൻ വന്നപ്പം എന്തൊക്കെ കൊണ്ടുവന്നു ആ സാധനത്തിനകത്ത് ഈ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ വേറെ എന്തോ ആണെന്ന്, ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു. ഇത് മറ്റേ ലിച്ചിയുടെയാണ്, ലിച്ചി ഫ്ലേവറാണ്. ഇതിൻ്റെ ഞാൻ സെപ്പറേറ്റ് ഷോർട്ട്സ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. യെസ് ഗൈസ്, ഇത് ഈ പ്രോഡക്റ്റ് പോപ്പുലറാണ് ജപ്പാനിലും കൊറിയയിലും. ഈ ഒരു സാധനം ഇതിൻ്റെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇടാം. ഇത് ടേസ്റ്റ് ചെയ്യുന്നതിന് ഇടാം ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മെയിൻ സാധനം. ഗൈസ് ഓർമ്മക്കൂടി ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പാളി സാധനവും. ഗൈസ് കൊമ്പൂച്ച, അമ്മേ ഇപ്പം കൊമ്പൂച്ച താഴെ കിടന്ന് പൊട്ടി ആയേനെ. ഇത് ലിച്ചി ഫ്ലേവറാണ്. ഇത് അൽഫാൻസോ മാംഗോയുടെയാണ്. ഇത് രണ്ട് വാങ്ങി ഗൈസ്. കൊമ്പൂച്ച ഫാൻസ് ഒക്കെ കമൻറ്റ് ഇട്ട് പറയും ഗൈസ് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന്. പിന്നെ പൈനാപ്പിൾ ചില്ലി ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് രണ്ടുമാണ് ട്രൈ ചെയ്തത്. ഞാൻ കണ്ടിങ്ങനെ ഇതിനകത്ത് മുല്ലപ്പൂ ഒക്കെ ഇട്ട ഒരു ഫ്ലേവർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൊമ്പൂച്ചയുടെ ഒറിജിനൽ വേർഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനടുത്ത് ഇത് രണ്ട് ഫ്ലേവർ ആയതുകൊണ്ട് എനിക്ക് ലിച്ചിയൊക്കെ ഇഷ്ടമാണ് ഗൈസ്, മാംഗോ ഇഷ്ടമായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത്രയുള്ളൂ ഗൈസ്. അപ്പോൾ കൊമ്പൂച്ച ഫാൻസ് കമൻറ്റ് ബിലോ. പിന്നെ ഏതാണ്ടൊരു റൂം ഫ്രഷ്നെസ്സൊക്കെ. പിന്നെ ഗൈസ് ചിക്കൻ നഗറ്റ്സ്, ഇതെൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പം നഗറ്റ്സ് ഫാൻസ് ഉള്ളവരും കമൻറ്റ് ബിലോ. പിന്നെ സൂചി ഗോതമ്പ് കഞ്ഞി ഇഷ്ടമല്ലേ, അത്. പിന്നെ കണ്ണൻദേവൻ AVT. പിന്നെ ടാങ്ക് വാങ്ങി. പിന്നെ ഒരു റൈസ് പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു സോപ്പ്, വീണ്ടും ഒരു ടാങ്ക്. ഇതൊരു ലൈമിൻ്റെ ആണ് കേട്ടോ ടാങ്ക്. പിന്നെ വീണ്ടും ഒരു അരിപ്പൊടി ഗൈസ്. പിന്നെ വീണ്ടും മാംഗോയുടെ ഒരു ടാങ്ക്. പിന്നെ ഗൈസ് എക്ലെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിഠായി വാങ്ങി ഗൈസ്. ഇത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ സൗണ്ടൊക്കെ ലോ ആയി വരുവാണ്. തൊണ്ടയ്ക്ക് നല്ല കിരികിരികിരാ ഒരു സംഭവം. പിന്നെ വാവിൻ്റെ ഒരു ഫേസ് വാഷ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. ഒരു വിറ്റമിൻ C ആൻഡ് നിയാസനമൈഡിൻ്റെ ബ്രൈറ്റനിങ് ഫേസ് വാഷാണ്. ഇത് അപ് ടു 24 hours ബ്രൈറ്റ് സ്കിൻ എന്നും പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ഇതിന് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും.
പിന്നെ ഞാനൊരു സംഭവം കണ്ടു, വി കെയർ സ്കിൻ എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഒരു സ്കിൻ വൈറ്റനിങ് സോപ്പാണ്. ഇതൊരു റിച്ച്നെസ് ഓഫ് 12 ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം. നല്ല മണം, എനിക്ക് നല്ല പാക്കേജ് അല്ല ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ എനിക്കിവിടെ കാണാമല്ലോ. നിങ്ങളെ കാണിക്കാനുള്ളതൊന്നുമല്ല, എനിക്ക് കാണാനുള്ളൊരു തോരയാണ് ഗൈസ്. ഒരു ചെറിയൊരു പാക്കാണ്, ഇങ്ങനൊരു പാക്ക്. ഇതിൻ്റെ നമ്മുടെ പിയേഴ്സൊക്കെ പോലെ തന്നെ, ആ ഒരു മോഡലൊക്കെ തന്നെ നമുക്കിത് വെച്ചേക്കാം. ഇതിന് ഞാൻ റിവ്യൂ ഇടണോ? നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം, ഇതിന് ഉപയോഗിച്ചിട്ട് റിവ്യൂ ഇടണോ വേണ്ടയോ എന്ന്. ഇത് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സോപ്പുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യൂട്ട് പാക്കേജ് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് സ്കിൻ വൈറ്റനിങ് സോപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഗൈസ് സ്നിക്കേഴ്സ് വാങ്ങി. ഈ അലുക്കൂലിൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ അനിയത്തി വാങ്ങുന്നതാണ് കേട്ടോ, വേറെ ആരുമല്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങളൊക്കെ. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നതൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കണമല്ലോ എന്നുള്ള ഓർക്കുമ്പോൾ ഒരു വിഷമം ഗൈസ്. അങ്ങനെ ലാസ്റ്റായിട്ട് ഫാഷൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ സംഭവമൊന്നുമില്ല, ചെറിയ സംഭവങ്ങളൊക്കെ. ഒരു കുഞ്ഞ് ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഇടാം, ഇവിടെ എല്ലാം ചീത്തയായിട്ടിരിക്കുക. പിന്നെ കൈസ് ഒരു കുർത്ത, അമുക്തി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ഒരു ഔട്ട്ലെറ്റിൻ്റെ ആണ്, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്, എനിക്കറിയത്തില്ല. അമുക്തി എന്ന് പറഞ്ഞ ഉള്ള മാളിനകത്ത്, നമ്മുടെ ഫാഷൻ സ്റ്റോറിനകത്തുള്ള ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു ഇത്. നല്ല കുർത്ത അല്ല ഗൈസ്, നല്ല റെഡ്, ഒരു മെറൂൺ, യെല്ലോ, എന്തൊക്കെയോ ഒരു കളറൊക്കെ, നല്ല കുർത്തി ഗൈസ്. ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്ലൂ കളറുള്ള ഒരു ജീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഒരു നല്ലൊരു ക്യൂൺ സൈസ് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബെഡ്ഷീറ്റിൻ്റെ പടം, ഇതാണ് സംഭവം. നല്ല കോട്ടൺ ആണ് കേട്ടോ, മേബിൾ ലീഫ് ഹോം എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് ഗൈസ്, ക്യൂൺ സൈസ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ലുലുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ. നമ്മൾ ലുലു സ്റ്റോറിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ കൂടുതൽ സാധനങ്ങളും പൊക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വലിയ ഭീകരമായ ഷോപ്പിങ്ങിന് പോയതല്ല, പക്ഷേ ഇറങ്ങി വന്നപ്പം കുറച്ചധികം ഭീകരമായി പോയി. അപ്പം എന്തൊക്കെയൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ട് നേരെ പോയി കിടക്കാൻ പോവാണ്. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ പറഞ്ഞ് രാവിലെ പോയതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടി നിങ്ങളുടെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ കുറച്ച് പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1K അടിക്കാം. അപ്പം ഈ ഒരു വർഷത്തിലെ ഒരു പുതിയ സന്തോഷം എനിക്കിരിക്കട്ടെ. അങ്ങനെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ലുലുന്ന് എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സംഭവങ്ങളൊക്കെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ ലുലുവിൽ ഇപ്പോൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് 3-4 ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓഫറൊക്കെ തീരും. അപ്പോൾ വേഗം തന്നെ ഓഫറൊക്കെ തീരുന്നതിന് മുമ്പ് നിങ്ങളും പോയി സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.